പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു പത്തിരി റെസിപ്പിയാണ്. അതിനായി ഒരല്പം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, തേങ്ങ തിരുമിയത്. അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയം മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ 2 തണ്ട് കറിവേപ്പില, ജീരകം, തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളം ഒന്ന് അരച്ച് വരുന്ന സമയം, തിള കയറി വരുന്ന സമയം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഒരൽപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും അതിനകത്ത് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം തീ ഓഫ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുണ്ട്. ഈ ചൂടോട് കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. മാവിൽ നിന്ന് ഒരല്പം എടുത്ത് നമ്മൾ ഉരുള ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരല്പം വലിപ്പത്തിൽ തന്നെ വേണം തയ്യാറാക്കിയെടുക്കുവാൻ. കാരണം നമ്മൾ സാദാ പത്തിരിയല്ല ഉണ്ടാക്കുന്നത്, കട്ടിപ്പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉരുളകൾക്ക് ഒരല്പം വലിപ്പം തന്നെ വേണം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്ത പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പുറം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങ ഒരല്പം കൂടുതലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ്. ഇനി മറ്റെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറിനായും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിവേപ്പില കട്ടിപ്പത്തിരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് മീൻ കറിക്കൊപ്പമോ ഇറച്ചിക്കറിക്കൊപ്പമോ സാമ്പാറിനൊപ്പമോ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു പത്തിരിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്